ആലപ്പുഴ ജില്ല കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാവുകൾ ഉള്ള ജില്ലയും ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കായലുള്ള ജില്ലയാണ് ആലപ്പുഴ. കരിമണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ലകളാണ് ആലപ്പുഴയും കോട്ടയവും. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂരാണ്. രാജാ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആലപ്പുഴ. ചെട്ടികുളങ്ങര ഭരണി മഹോത്സവം നടക്കുന്ന ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ വേമ്പനാട് കായലും കായംകുളം കായലുമാണ്. വേമ്പനാട് കായൽ ആലപ്പുഴ കൂടാതെ കോട്ടയം, എറണാകുളം ജില്ലയിലും വ്യാപിച്ച് കിടപ്പുണ്ട്. അറബിക്കടലിന്റെ തീരത്തുള്ള ഏറ്റവും പഴക്കമുള്ള ദീപസ്തംഭം ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഓങ്കോളജി പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് ആലപ്പുഴയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് സ്ഥാപിതമായത് മാവേലിക്കരയിലാണ്. ചാകരയ്ക്ക് പ്രസിദ്ധമായ ആലപ്പുഴ ജില്ലയിലെ കടപ്പുറമാണ് പുറക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്ദരോഗികൾ ഉള്ള ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെന്റഗൺ ലൈറ്റ് ഹൗസ് വലിയഴീക്കൽ എന്ന സ്ഥലത്താണ്. സംസ്ഥാനത്തെ ലൈറ്റ് ഹൗസുകളിൽ ഉയരത്തിൽ 2ാം സ്ഥാനമാണ് വലിയഴീക്കൽ ലൈറ്റ് ഹൗസിന് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജാണ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ, തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് സർക്കാർ മേഖലയിലാണ്. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ തീരുമാനിച്ചത് പുന്നപ്രയിലാണ്. ചേർത്തല പ്രദേശത്തിന്റെ പഴയ പേരാണ് കരപ്പുറം. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് കായംകുളത്താണ്. അനന്തപത്മനാഭൻ തോപ്പ് എന്നും പേരുള്ള ദ്വീപാണ് പാതിരാമണൽ. ഇത് വേമ്പനാട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് അദ്ദേഹം. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് കുട്ടനാട്. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാറാണ്. കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ മെഗാ സീ ഫുഡ് പാർക്ക് ചേർത്തലയിലുമാണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ചാണ് ആലപ്പുഴ. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. കുട്ടനാട് പാക്കേജിന് നേതൃത്വം നൽകിയത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. കേരളത്തിൽ ആദ്യമായി റെസ്ക്യൂ കം വാട്ടർ ആംബുലൻസ് നിലവിൽ വന്നത് ചേർത്തലയിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ കേരളത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശം കുട്ടനാടാണ്. 1954 തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. P. കൃഷ്ണപിള്ളയുടെ പേരിലുള്ള സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മാവേലിക്കരയാണ്. തിരമാലകൾക്കൊപ്പം ഉയർന്നു പൊങ്ങുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിലവിൽ വന്നത് ആലപ്പുഴയിലാണ്. എടത്തോപ്പള്ളി ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ നാഗരാജ ക്ഷേത്രത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണാറശാല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. അന്ധകാരനഴി ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തലയാണ്. ആലപ്പുഴ ജില്ലയിൽ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിപ്പാടാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ സ്മാരകമായ ശങ്കരമംഗലം ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് വാട്ടർ ATM സ്ഥാപിച്ചത് മുതുകുളം എന്ന സ്ഥലത്താണ്. ദേശീയ കോസ്റ്റൽ റോവിംഗ് അക്കാദമി സ്ഥാപിക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കലവൂരിലാണ്. കേരളത്തിലെ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് മാരാരിക്കുളത്താണ്. കേരളത്തിലെ ആദ്യത്തെ രാമകൃഷ്ണാശ്രമം 1913 സ്ഥാപിക്കപ്പെട്ടത് ഹരിപ്പാട് എന്ന സ്ഥലത്താണ്. ബ്രഹ്മസമാജത്തിന്റെ 2ാമത്തെ ശാഖ
1924 ആരംഭിച്ചത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ രണ്ടാമത്തെ ശാഖയാണ്. പാണ്ഡവൻ പാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂരിലാണ്. കുട്ടനാട്ടിലെ കായലുകൾ നികത്തി കൃഷിഭൂമിയാക്കി മാറ്റി റാണി, ചിത്തിര, മാർത്താണ്ഡം എന്നീ പേരുകൾ നൽകിയത് ജോസഫ് മുരിക്കനാണ്. അദ്ദേഹമാണ് കായൽ രാജാവ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്. കേരളത്തിൽ മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യത്തെ നഗരസഭാ ചെയർമാൻ TV തോമസ് ആണ്. ആലപ്പുഴയിലാണ് അദ്ദേഹം നഗരസഭയുടെ അധ്യക്ഷനായത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയാണ് ഡാറാസ് സ്മെയിൽ. ഇത് ആലപ്പുഴയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഡാറ എന്നും സ്മെയിൽ എന്നും പേരായ രണ്ടുപേർ ചേർന്നുള്ള ഒരു സംരംഭമായിരുന്നു ഡാറ സ്മെയിൽ. കേരളത്തിൽ നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ താപനിലയം കായംകുളത്താണ് നിർമ്മിച്ചത്. സംസ്ഥാനത്തെ ഇക്കോ കയർ വില്ലേജ് ആദ്യമായി സ്ഥാപിച്ചത് ഹരിപ്പാട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് മ്യൂസിയം സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്. കുടിവെള്ളത്തിന് കേരളത്തിലെ ആദ്യത്തെ വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് കുട്ടനാട്ടിലാണ്. കേരള നിയമസഭാംഗമായ ആദ്യ മുസ്ലിം വനിതയായ KO ഐഷാബായി കേരള നിയമസഭയിലേക്ക് 1957 തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം കായംകുളമാണ്. കേരളത്തിലുണ്ടായിരുന്ന ബുദ്ധമത ആരാധനാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീമൂലവാസം ആയിരുന്നു. ലോക മാർക്കറ്റിൽ ഏറ്റവും പ്രിയമുള്ള മഞ്ഞൾ ഇനമാണ് ആലപ്പി മഞ്ഞൾ. കേരളത്തിൽ ഉന്നത തട മേഖല തീരെ ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് പുന്നപ്രവയല. ഇത് നടന്നത് 1946 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്ക് പ്രകാരം ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. വയലാർ സ്റ്റാലിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് CK കുമാരപ്പണിക്കറാണ്. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയായതിനാൽ കേരളത്തിലെ പോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്. കായംകുളം രാജ്യം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് ഓടനാട്. മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് പുറക്കാട്. മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം. ഓണാട്ടുകരയുടെ പരദേവത എന്നറിയപ്പെടുന്നത് ചെട്ടികുളങ്ങര ഭഗവതിയാണ്. ഹൃദയഗീതങ്ങളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹം 1940 ഹരിപ്പാട്ട് ജനിച്ചു. വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്നത് മാന്നാർ ആണ്. ഓടുകൊണ്ടും ചെമ്പുകൊണ്ടും ഉള്ള വ്യവസായങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മാന്നാർ. ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17 ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവയാണ് ആലപ്പുഴ ജില്ലയിലെ താലൂക്കുകൾ. വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട് കായൽ അതിര് പങ്കിടുന്ന ജില്ലകളാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവ. കുമാരകോടി പാലം ആലപ്പുഴയിലാണ്. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് രാജ കേശവദാസ്. കരുണാകര ഗുരു ജനിച്ച സ്ഥലം ചന്തിരൂർ ആണ്. ആലപ്പുഴ ജില്ലയിലെ തൈക്കൽ എന്ന സ്ഥലത്തു നിന്നാണ് പ്രാചീന കാലത്തെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. KPAC അഥവാ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആസ്ഥാനം കായംകുളമാണ്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭഭരണിയാണ്. വേലകളയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് അമ്പലപ്പുഴ. കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമ ലഭിച്ച സ്ഥലമാണ് അമ്പലപ്പുഴ. 1957 മെയ് 30 കേരള സ്റ്റുഡൻസ് യൂണിയൻ രൂപവൽക്കരിച്ചത് ആലപ്പുഴ വച്ചാണ്. വയലാർ രവിയായിരുന്നു ആദ്യ ജനറൽ സെക്രട്ടറി. രാജ രവിവർമ്മ സെന്റർ ഫോർ എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് മാവേലിക്കരയിലാണ്. ഇത് കലാപഠനത്തിനുള്ള അന്തർ സർവകലാശാല പഠന കേന്ദ്രമാണ്. കാർട്ടൂണിസ്റ്റ് ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയവും ആർട്ട് ഗാലറിയും കായംകുളത്താണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന പൂർണ്ണനാമമുള്ള
കയർഫെഡിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. എന്നാൽ കയർ ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. ലോകത്ത് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഏക സ്ഥലമാണ് കുട്ടനാട്. ഒന്നാം കേരള നിയമസഭയിൽ KR ഗൗരിയമ്മ പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലം ചേർത്തല ആയിരുന്നു.